തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നില്ലെങ്കിലും തങ്ങൾ ജയിച്ച പോലെയാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന നിലയിൽ ആര് മുഖ്യമന്ത്രിയാകണം എന്ന വലിയ തർക്കം നടക്കുകയാണ്. അതായത് AICCയുടെ പ്രതിനിധിയായ KC വേണുഗോപാലാകുമോ, അല്ലെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായ VD സതീശനാകുമോ, അതല്ലെങ്കിൽ മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്ന കേരളത്തിലെ തലമുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയാകുമോ, ഇനി ഇതൊന്നും അല്ലാതെ KM മുരളീധരൻ, അങ്ങനെ കുറേ ആളുകളും ഉണ്ട് രംഗത്ത്. ഏതായാലും ഇതൊരു വലിയ തർക്ക വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ K സുധാകരൻ, അദ്ദേഹം തൊട്ടു മുമ്പേ VD സതീശനെതിരായിട്ട് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവണമെന്ന് പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതിന് മറുപടിയായിട്ട് VD സതീശൻ ഒരു ചിത്രം കൊടുത്തിരുന്നു. അദ്ദേഹം കാട്ടിൽ പോയിരിക്കുന്ന ചിത്രമാണ്, വനവാസത്തിലല്ല വനത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ഒരു ക്യാപ്ഷൻ. കാനനത്തിലാണ്, വനവാസത്തിലല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഏതായാലും കോൺഗ്രസ്സുകാർ അവരുടെ സ്വതസിദ്ധമായ തമ്മിലടി തുടങ്ങിക്കഴിഞ്ഞു. ഇതിൽ നോക്കുമ്പം ഇതിനേക്കാൾ ഭേദം CPM ആണോ എന്ന് CPMൻ്റെ ഭരണത്തിൻ്റെ എതിരായിട്ട് വോട്ട് ചെയ്ത ആളുകൾ പോലും അവരെ കൊണ്ടുപോലും തോന്നിപ്പിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരുപക്ഷെ നമുക്കറിയില്ല, കേന്ദ്രത്തിന് സാധാരണഗതിയിൽ കെട്ടിയിറക്കുകയാണ് പണ്ടൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ കെട്ടിയിറക്കിയാൽ കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെയൊക്കെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് ഒരു 1/3 MLA-മാർ റിവോൾട്ട് ചെയ്താലോ എന്ന് പേടിച്ചിട്ടാണ്. അല്ലെങ്കിൽ സുഖമായിട്ട് KC വേണുഗോപാൽ ആരുടെയും സഹായം ഇല്ലാതെ AICCയുടെ കാൻഡിഡേറ്റ് ആയിട്ട് വരാൻ പറ്റും. പക്ഷേ ഇവിടെ MLA-മാർ റിവോൾട്ട് ചെയ്യുമോ? കാരണം MLA-മാരെ അതിനനുസരിച്ചാണ് VD സതീശനൊക്കെ പരുവപ്പെടുത്തി എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തു സംഭവിക്കും, എന്തായിരിക്കും എന്നുള്ളത് ആർക്കും ഒരു നിശ്ചയമില്ലതാനും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 2026 തിരഞ്ഞെടുപ്പിലെ റിസൾട്ട് വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, VD സതീശൻ എന്തായാലും വനവാസത്തിലേക്ക് പോകുന്നത്, മുഖ്യമന്ത്രിയാകില്ല എന്ന കാര്യം ഉറപ്പാണ്. ഇനി അഥവാ കോൺഗ്രസിന് നേരിയ ഭൂരിപക്ഷം കിട്ടി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കുകയാണെങ്കിൽ കുറഞ്ഞത് ചിലപ്പോൾ വനം വകുപ്പ് എങ്കിലും കിട്ടും, അത് മുഖ്യമന്ത്രിയാകാൻ സാധ്യതയില്ല. കാരണം ഈ തിരഞ്ഞെടുപ്പിൽ തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് ഭൂരിപക്ഷം കിട്ടിയാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള തലത്തിലുള്ള ചർച്ചകളും തുടക്കം കുറിച്ചിരുന്നു. അപ്പം ആദ്യ പകുതിയിൽ VD സതീശന് മേൽക്കോയ്മ ഉണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് മുന്നോട്ട് വരുമ്പോഴത്തേക്കും, കാരണം തിരഞ്ഞെടുപ്പിൽ 10 വർഷം പ്രതിപക്ഷത്ത് നിന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഗവൺമെൻറ്റിനെതിരായ വിഷയങ്ങളെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനേക്കാളുപരി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് ആദ്യം അവർ തുടക്കം കുറിച്ച ഡീലും പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ചും അതിനോടൊപ്പം സുധാകരൻ, വേറൊരു കാലഘട്ടത്തിൽ സുധാകരൻ വിഷയമൊക്കെ ആയിരുന്നു. അപ്പം അത് ചെന്നിത്തലയാണോ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നത് ചെന്നിത്തലയെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് സാക്ഷാൽ വേണുഗോപാൽ തന്നെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഈ നമ്മൾ പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ. കാരണം ഇവർ തന്നെയാണ് ഈ ഇത്തരം കാര്യങ്ങളെ ജന്മം കൊള്ളുന്നത്. ഇത്തരം വിഷയങ്ങൾ നമ്മൾ ഇതിനെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വേണുഗോപാലും ചെന്നിത്തലയും ഒക്കെ പലപ്പോഴും വന്നാലും അവരുടെ ആളുകൾ വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങളെ പ്ലാൻ ചെയ്ത് വരുന്നതാണ്. അപ്പം അതിൽ ഇപ്പം ഒരുപക്ഷെ ചിലപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസിന് മെജോറിറ്റി കിട്ടുകയും അദ്ദേഹത്തിന് VD സതീശന് മുഖ്യമന്ത്രി അല്ലാതാകുകയും ചെയ്യുന്നൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ചെന്നിത്തലയ്ക്കായിരിക്കും സാധ്യത എന്നുള്ളൊരു തരത്തിലായിരുന്നല്ലോ മുന്നോട്ട് വന്നിരുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ കാണുന്ന ചെന്നിത്തലയുടെ സാധ്യതയും പോയിട്ട് KC വേണുഗോപാൽ മുകളിൽ നിന്ന് വരുന്നതാണ്. മുകളിൽ നിന്ന് വരുന്നതെന്ന് നമ്മൾ പറയുമ്പോഴും കേരളത്തിലെ CPMനും കോൺഗ്രസിനും ഇന്നൊരു ഹൈക്കമാൻഡ് ഒരു വിഷയമില്ല. കാരണം ഹൈക്കമാൻഡ് തന്നെ നിലനിൽക്കുന്ന കേരളം കൊണ്ടാണ്. അതായത് വയനാട് മണ്ഡലം ഇല്ലെങ്കിൽ നമ്മുടെ സോണിയാഗാന്ധിക്ക് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും സുരക്ഷിതമായ വേറൊരു സീറ്റില്ല. അപ്പം ഗാന്ധി കുടുംബം എന്ന് പറയുന്ന തിരിച്ചറിക്കല് നമ്മൾ പറയുന്ന സോണിയാഗാന്ധി കുടുംബത്തിന് ഇന്ന് വിജയിക്കുമെന്ന് ഉറപ്പുള്ളൊരു സീറ്റുള്ള കേരളത്തിലാണ്. അതുപോലെ CPMൻ്റെ പോളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞാൽ കേരള നേതൃത്വമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും അവർക്ക് പാർട്ടിയില്ലല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ കേരളമായതുകൊണ്ട് KC വേണുഗോപാൽ തന്നെ ആയിരിക്കും അവിടെ നേതൃത്വത്തിലേക്ക് വരിക. അല്ല, അവരുടെ ഇതുമായിട്ട് ബന്ധമില്ലാത്തൊരു കാര്യമാണ്. അതായത് 1977 മുതൽ 2011 വരെ CPM ഭരിച്ചാണ് പശ്ചിമ ബംഗാളിൽ. അങ്ങനെ ഒരു പാർട്ടിയുടെ ഇലക്ഷനിൽ ഇപ്പോഴത്തെ അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഉള്ള ഒരേ ഒരു മുഖ്യമന്ത്രി അങ്ങോട്ട് പ്രചരണത്തിനേ പോകുന്നില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും കേരളത്തിലെ മുഖ്യമന്ത്രി ബംഗാൾ സന്ദർശിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അതുപോലെ ബംഗാൾ മുഖ്യമന്ത്രിമാർ കേരളത്തിൽ വരാറില്ലായിരുന്നു. EMS നമ്പൂതിരിപ്പാട് പാർട്ടി ജനറൽ സെക്രട്ടറി ആയ സമയത്തും ബംഗാളിൽ പോകാറില്ലായിരുന്നു. അന്നും ഇത് രണ്ട്
എൻറ്റിറ്റി ആയിട്ട് തന്നെയാണ് അവർ ആ കാലഘട്ടം മുതലേ പരമേശ്വരജിയാണെന്ന് തോന്നുന്നു പറഞ്ഞിരുന്നു. CPM എന്ന് പറഞ്ഞാൽ കേരളത്തിലൊരു കേരള പാർട്ടി, ഡൽഹിയിലൊരു ഡൽഹി പാർട്ടി, ബംഗാളിലൊരു ബംഗാൾ പാർട്ടി, 3 പാർട്ടിയാണ്, 3 സംവിധാനമാണെന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പം എല്ലാം കേരള പാർട്ടിയാണ്. ഡൽഹിയെ കൂടി നിയന്ത്രിക്കുന്നത് കേരള പാർട്ടി ആയിരിക്കുന്നു എന്ന് മാത്രം. അതുപോലെ തന്നെയാണ് അവരുടെ അഖിലേന്ത്യാ നേതൃത്വവും ആ തരത്തിൽ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കാര്യമായ പങ്കാളിത്തം കേരളത്തിൽ കാണാറില്ല. നമ്മൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുള്ളതുപോലെ അത്തരം റോഡ് ഷോയ്ക്കൊന്നും CPMൻ്റെ അഖിലേന്ത്യാ നേതാക്കളെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനിതകമായ പ്രശ്നമാണ് ഈ തമ്മിലടി എന്ന് പറയുന്നത്. അപ്പോൾ 10 വർഷം ജനങ്ങൾ അവരെ ശിക്ഷ കൊടുത്ത് വെയിൽ കൊണ്ടിട്ടും അവർ പാഠം ഉൾക്കൊള്ളാതെ വീണ്ടും അവർ അതേ അധികാരത്തിൽ വരുന്നതിന് മുമ്പാണ് തിരഞ്ഞെടുപ്പ് ഇനി നടക്കാനിരിക്കുന്ന 2 സംസ്ഥാനങ്ങളിൽ റിസൾട്ട് വരാൻ ഇനിയും ദിവസങ്ങൾ ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള തലത്തിലേക്ക് ചർച്ചകൾ കൊണ്ടുവരികയും അപ്പോൾ ഈ കേരളത്തിൽ VD സതീശനും ചെന്നിത്തലയും തമ്മിലുള്ള തർക്കത്തിൽ ഒരു മൂന്നാമനായി ഒത്തീർപ്പ് സ്ഥാനാർത്ഥിയായിട്ട് KC വേണുഗോപാൽ രംഗപ്രവേശം ചെയ്യാനാണ് സാധ്യത അങ്ങനെ വരുമ്പോൾ. പക്ഷേ ഇവിടെല്ലാം വേറൊരു വിഷയം വരുന്നത് ഇവർക്ക് ഭൂരിപക്ഷം കിട്ടുമോ എന്നുള്ളതാണ്. കേരളത്തിൽ മിക്കവാറും ഒരു ഹങ് അസംബ്ലി ആവാനായിരിക്കും സാധ്യത. ഇവർക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ ഈ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. അപ്പോൾ KC വേണുഗോപാലിനി അഥവാ മുഖ്യമന്ത്രി ആകുകയാണെങ്കിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തണം. അത് ആലപ്പുഴയിൽ ഒരു ഇലക്ഷൻ, ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരും, നിയമസഭയിലേക്കും ഇലക്ഷൻ വേണ്ടി വരും. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സിന് ആ തരത്തിലുള്ള കരുത്തുണ്ടോ എന്നുള്ളതാണ്, അതിനുള്ള ഒരു ആത്മവിശ്വാസമുണ്ടോ എന്നുള്ളതാണ്. ഒരു ലോക്സഭാ ഒരുപക്ഷെ അവർക്കിപ്പം KC വേണുഗോപാലിനെ വേണമെങ്കിൽ അവർക്ക് 2 ഷുവർ സീറ്റുള്ള ക്രിസ്ത്യൻ ഭൂരിപക്ഷമായിട്ടുള്ള 2 മണ്ഡലങ്ങൾ കണ്ണൂരിലുണ്ട്, ഇരിക്കൂറും പേരാവൂറും. അവിടെയൊക്കെ വേണമെങ്കിൽ നിന്ന് നിയമസഭയിലേക്ക് ജയിപ്പിക്കാം. പക്ഷേ അപ്പം പാർലമെന്റിൽ വരുമ്പോൾ ഒരിക്കലും ഇനി ആലപ്പുഴ അവർക്ക് കിട്ടാൻ സാധ്യത. ഈ ഇരിക്കൂറും പേരാവൂറും ഒന്നും ഉറപ്പുള്ള സീറ്റില്ല. അവർക്ക് ഉറപ്പുള്ള സീറ്റ് വേണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ സീറ്റില്ല. പണ്ട് AK ആന്റണി അങ്ങനെ മത്സരിച്ച് തിരുരങ്ങാടി പോയി. അതുപോലെ മുസ്ലിം ലീഗിന്റെ കടാക്ഷത്തിൽ മാത്രമേ KC വേണുഗോപാലിന് ജയിച്ചു വരാൻ കഴിയുള്ളൂ. മറ്റൊരു സുരക്ഷിത മണ്ഡലം കേരളത്തിലില്ല. അപ്പോൾ പേരാവൂറൊന്നും ആ തരത്തിൽ ഉറപ്പുള്ള മണ്ഡലങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഇന്നുമൊക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് രാഹുൽ ഗാന്ധിയെ നിയന്ത്രിക്കുന്ന ഏക ആള് അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റുള്ള ഏക ആളെന്ന് പറയുന്നത് KC വേണുഗോപാൽ. മറ്റ് നേതാക്കളാരും നമുക്കറിയില്ല, എനിക്കറിയില്ല. ഇപ്പോൾ നമ്മൾ BJPയുടെ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കളെ കുറിച്ചൊക്കെ നമുക്കറിയാം. പക്ഷേ നമുക്ക് കോൺഗ്രസ്സിലെ ജനറൽ സെക്രട്ടറിമാരിലും ഈ സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് അപ്പുറം എത്ര പേരെ നമുക്കറിയാം? കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യത്തെ പൊതുസമൂഹത്തിന് കോൺഗ്രസ് നേതൃത്വത്തെക്കുറിച്ച് കാര്യമായി അവബോധമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ KC വേണുഗോപാൽ വിചാരിക്കുന്ന ആൾ തന്നെയായിരിക്കും. കേരളത്തിലെ സുരക്ഷിതമായ ഒരു മെജോറിറ്റിയിലാണ് ഗവൺമെൻറ് രൂപീകരിക്കുന്നതെങ്കിൽ KC വേണുഗോപാൽ മുന്നിൽ വരും. ഇനി അത്തരം ഒരു സാഹചര്യമില്ലെങ്കിൽ അദ്ദേഹം പിന്നിലേക്ക് പോകും. കാരണം 2 തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസ് ഫേസ് ചെയ്യേണ്ടി വരും. ഒന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ അത് പക്ഷേ മുസ്ലിം ലീഗിന്റെ കടാക്ഷത്തിൽ കേരളത്തിലൊരു സീറ്റിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അത് അതെ, ഒരു രാജ്യസഭാ സീറ്റിലേക്ക് മാനേജ് ചെയ്യാൻ പറ്റും അങ്ങനെ വരികയാണെങ്കിൽ. അപ്പം യഥാർത്ഥത്തിൽ എന്തൊക്കെ ചെയ്താലും ഒരു കാര്യത്തിൽ നമുക്കിപ്പോൾ ഉറപ്പിക്കാം, ശ്രീ VD സതീശൻ കേരള മുഖ്യമന്ത്രി ആവില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഭൂരിപക്ഷമില്ലെങ്കിൽ അദ്ദേഹം വനവാസത്തിൽ പോകണം. അല്ലെങ്കിൽ നമ്മുടെ ശ്രീനിവാസൻ്റെ സിനിമയിൽ പോകുമ്പോലെ സതീശ പോകല്ലേ എന്ന് നമ്മളെല്ലാവരും കൂടെ ഉറക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹം പോകാതിരിക്കും. വനവാസം എന്ന് പറയുന്നത് അത് യഥാർത്ഥ വനവാസമാണോ രാഷ്ട്രീയ വനവാസമാണോ എന്നുള്ളതാണ് വിഷയം. ഒരുപക്ഷെ അദ്ദേഹം വാക്ക് പാലിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പം അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. എന്നാലും മുഖ്യമന്ത്രി കസേരയിലേക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ചർച്ചകളിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഈ ചർച്ചകളെല്ലാം തന്നെ സ്പോൺസേർഡ് ചർച്ചകളാണ്. അത് ചെന്നിത്തലയാണെങ്കിലും സുധാകരൻ ഒരു സമയത്ത് ചെന്നിത്തലയിലേക്ക് വന്നു, അതിൽ നിന്ന് KC വേണുഗോപാലിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതൊക്കെ തന്നെ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള സ്പോൺസേർഡ് ആയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിംഗ് ആണ്. കാരണം KPCC പ്രസിഡന്റും മുതിർന്ന നേതാവും MP-യുമായ ഒരാളാണ് ഇത് എഴുതുന്നതെന്ന് ഓർക്കണം. അല്ലാതെ സാധാരണ ഒരു അനുയായി അല്ല ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നതെന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ VD സതീശന് സാധ്യതയില്ല എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്.